ക്യാഷ് എറിഞ്ഞ് ഏത് ക്ലബിലെയും നമ്പർ 1 കളിക്കാരെ ടീമിലെത്തിക്കുക എന്നത് റിയൽ മാഡ്രിഡിന്റെ പ്രസിഡന്റായ ഫ്ലോറന്റീനോ പെരസിന്റെ ഒരു ശൈലിയാണ്. അതിലൂടെ അദ്ദേഹം പടുത്തുയർത്തിയ ഒരു കൂട്ടമായിരുന്നു ഗാലക്ടിക്കോസ്. എന്നാൽ ഇത്രയും ക്യാഷ് എറിഞ്ഞ് ടീം ഉണ്ടാക്കിയതിനെ നിശിതമായി വിമർശിക്കുന്നവരും കുറവൊന്നുമല്ല. എന്നാൽ റിയൽ മാഡ്രിഡിന്റെ ബാങ്ക് ബാലൻസ് പൊളിക്കാതെ നടത്തിയ ഒരു ഇൻക്രെഡിബിൾ സൈനിങ്ങിനെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? അതെ, 2012-ൽ ലൂക്ക മോഡ്രിച്ചിനെയും 2014-ൽ ടോണി ക്രൂസിനെയും സൈൻ ചെയ്തത് വെറും 60 മില്യൺ യൂറോ എന്ന കമ്പൈൻഡ് ഫീ ആണെന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റുമോ? അവർ രണ്ടുപേരും പിന്നീട് വൺ ഓഫ് ദ ബെസ്റ്റ് മിഡ്ഫീൽഡ് പാർട്ട്ണർഷിപ്പ് ഇൻ ഹിസ്റ്ററി എന്ന പേരെടുക്കുകയും റിയൽ മാഡ്രിഡ് ടീമിലെ യങ് കളിക്കാർക്ക് വഴി തെളിച്ചുകൊണ്ട് ഇപ്പോഴും ശ്രദ്ധിക്കുക 38ഉം 34ഉം വയസ്സിൽ അവർ തേരോട്ടം നടത്തിക്കൊണ്ടേയിരിക്കുന്നു. ജസ്റ്റ് പാപ്പ പെരസ് തിങ്.